ബാപ്പാം സീരീസിൽ കോട്ടഗിരി, കൂനൂർ, ഊട്ടി കാഴ്ചകൾ നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കൂനൂരിൽ നിന്ന് ടോയ് ട്രെയിനിലുള്ള യാത്രയായിരുന്നു. ടോയ് ട്രെയിനിലെ യാത്ര കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ നേരെ ഊട്ടി ലേക്കിലേക്കുള്ള യാത്രയിലാണ്. നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആയി, ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഊട്ടി ബസ് സ്റ്റേഷനടുത്തുള്ള ഒരു ഹോട്ടൽ, ട്രൈഡൻ്റ് എന്ന് പറയുന്നൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കണ്ടു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റാണ്. അവിടെ കയറി ഭക്ഷണം കഴിച്ചു. നല്ല ഉഗ്രം ഭക്ഷണമായിരുന്നു. പ്രത്യേകിച്ച് പുലാവ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമായിരുന്നു. നല്ല ടേസ്റ്റുള്ള പുലാവായിരുന്നു. പിന്നെ ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ ട്രൈഡൻറ്റിനോട് വിട പറഞ്ഞ് ഊട്ടി ലേക്കിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. സമയം ഇപ്പോഴാണ്ട് 3:30 ആയിട്ടുണ്ട്. എല്ലാവരെയും വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു എന്നുള്ള സിഗ്നലാണ് ഈ കാണിച്ചു തരുന്നത്. അങ്ങനെ ഊട്ടി ബോട്ട് ഹൗസിൻ്റെ അടുത്തെത്തി. ലേക്കിന് ചുറ്റും 2 റൗണ്ട് ഓടിയതിന് ശേഷമാണ് ഒരു പാർക്കിംഗ് സ്പേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഊട്ടി ലേക്കിൻ്റെ പ്രത്യേകത അറിയോ? ഊട്ടി ലേക്കിന് ഏതാണ്ട് 2.5 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ 1824 സള്ളിവൻ എന്ന് പറയുന്ന ഊട്ടി കളക്ടറായിരുന്ന സായിപ്പിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യരുണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ലേക്കാണ് ഊട്ടി ലേക്ക്. അന്ന് ഫിഷിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഊട്ടിയിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു. ഇന്ന് ലെഷർ ഇതിനു വേണ്ടിയിട്ട്, ബോട്ടിങ്ങിനും ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു. അതാണ് കറക്റ്റ് വേർഡ്. ശരി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, പാർക്കിംഗ് പോലെ തന്നെ അകത്തും അതുപോലെ തിരക്കാണ്. വൈകുന്നേരമായിട്ടും തിരക്കിന് യാതൊരു കുറവുമില്ല. ടിക്കറ്റ് എടുക്കാൻ നമ്മളൊരു തുഴയുന്ന പെഡൽ ബോട്ടിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പെഡൽ ബോട്ടിൽ നോക്കിയപ്പോൾ അതിൻ്റെ ക്യൂ കണ്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും തളർന്നു. പിന്നെ ഊട്ടി ലേക്കിന് ചുറ്റുമുള്ള കുറേ ഈറ്ററീസ് ഉണ്ട്. അവിടുത്തെ പല പല ഫുഡുകൾ, പ്രത്യേകിച്ച് ചോക്ലേറ്റും വാഫിൾസും ഒക്കെ ഒന്ന് പരീക്ഷിച്ചേക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ ഞങ്ങൾ എത്തി. ഇവിടെ നല്ല ലൈവായിട്ട് പൊട്ടറ്റോ സ്പ്രിങ്ങായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ച് തരുന്നൊരു സ്ഥലമുണ്ട്. അതുപോലെ ലേക്ക് സൈഡ് ഈറ്ററി, ഇവിടെ ചോക്ലേറ്റും വാഫിൾസും മറ്റു പല സാധനങ്ങളും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. തണുപ്പാണേലും ഐസ്ക്രീമും അതുപോലെ ഷെയ്ക്കും ഒക്കെ കിട്ടുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ഭക്ഷണങ്ങളുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നിന്നുപോയി. ഭംഗിയും രുചിയും മണവും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ചിലതൊക്കെ ഓർഡർ ചെയ്തു. വാഫിൾസ് മേക്ക് ചെയ്യുന്ന സംഗതിയാണ് ഈ കാണുന്നത്. അവിടുന്ന് അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ്. വാഫിൾസൊക്കെ തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. ഹോട്ട് ചോക്ലേറ്റ് ഉപയോഗിച്ച് അവർക്ക് കൈയൊന്ന് താഴെ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. ഊട്ടിയിൽ ലേക്കിൽ വരുന്നെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളൊരു സ്വീറ്റ് കോൺ വാങ്ങി. പിന്നീട് ഒരു പൊട്ടറ്റോ സ്പ്രിങ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത സംഗതിയും കൂടെ വാങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ്. ബോട്ടിങ്ങിന് പോകുന്നതിനേക്കാളും രസം ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഭക്ഷണമല്ലെങ്കിലും എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണല്ലോ, പ്രത്യേകിച്ച് പല പല വെറൈറ്റികൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ. പൊട്ടറ്റോ ആണത്. കട്ട് ചെയ്ത് അന്നേരം തന്നെ കട്ട് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്ത് മസാലയൊക്കെ പുരട്ടി നമ്മൾക്ക് തരും. വാങ്ങിച്ച് താങ്ക്സൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്ന് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളിവിടെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്.
ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി. ഇനിയും കുറച്ച് നേരം ലേക്കിൻ്റെ സൈഡിൽ പോയിരിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പതിയെ അങ്ങോട്ട് നീങ്ങി. ഊട്ടിയിൽ ഇപ്പോഴും എന്ത് തിരക്കാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ 2 സെൽഫിയൊക്കെ എടുത്ത് വള്ളങ്ങളുടെ, ആളില്ലാത്ത വള്ളങ്ങളുടെ തിരയിലുള്ള ആട്ടങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ രസിച്ച് സന്തോഷിച്ച് ഇരുന്നു. കുറേ സമയം ഞങ്ങൾ സന്ധ്യയോടെ ഉള്ള സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. പലതരത്തിലുള്ള, പല നാട്ടിൽ നിന്നുള്ള പലതരത്തിലുള്ള ആൾക്കാർ വരുന്നു, എൻജോയ് ചെയ്യുന്നു. ഐ ലവ് ഊട്ടി. അതൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി പതിയെ പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള ഒരു തീരുമാനമാണ്. ഇനി പതിയെ പുറത്തേക്ക് ഇറങ്ങാം. ഒരു 7D സിനിമ തിയേറ്ററൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു തിയേറ്റർ പണ്ട് മുതലേ ഉള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളിപ്പോൾ ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഊട്ടിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിന് കുറേ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടെന്നുള്ള. ഇതാണ് ആ 7D സിനിമ തിയേറ്റർ. അതിനകത്തുനിന്ന് ചില ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. പുറത്തൊരു ടോയ് ട്രെയിൻ ഉണ്ട്. അതിൽ ഞങ്ങളിപ്പം മറ്റൊരു വലിയ ടോയ് ട്രെയിനിൽ കയറിയത് കാരണം ഇതിന് ട്രൈ ചെയ്യാൻ പോയില്ല. അതിൽ ആൾക്കാരെ നമ്മളിങ്ങനെ മാടി വിളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പോയിട്ടില്ല. ഇനിയും പുറത്തേക്ക് ഇറങ്ങിയാൽ ബിഗ് ബസാർ ഉണ്ട് നമുക്ക്. അതുപോലെ കുതിരപ്പുറത്ത് കയറണമെങ്കിൽ കയറാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബിഗ് ബസാറുണ്ട്. പല സാധനങ്ങളും നമ്മൾ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കണം. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് വട്ടം കറങ്ങി നോക്കി ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. കിലുക്കം സിനിമയുടെ ലൊക്കേഷനൊക്കെ ആയിരുന്ന സ്ഥലമാണ്. എപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഫോട്ടോഗ്രാഫർ നിശ്ചൽ ഫോട്ടോഗ്രാഫർ. സ്ട്രോബെറിയുടെ വിലയൊക്കെ ചോദിച്ചു. സ്ട്രോബെറി ഇപ്പോൾ സീസൺ അല്ലാന്ന് തോന്നുന്നു. പഴുത്ത നിറത്തിലുള്ള സ്ട്രോബെറി ഒന്നും അല്ല അവിടെ കണ്ടത്. അതുകൊണ്ട് ആ സ്ട്രോബെറി അന്വേഷിച്ച് ഞങ്ങളൊരു മാർക്കറ്റ്, ഊട്ടിയിലെ പച്ചക്കറി മാർക്കറ്റിൽ പോയേക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഞങ്ങൾ പതിയെ നീങ്ങാൻ തുടങ്ങിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയാണ്. എന്ത് തിരക്കാണെന്നോ! ഇത്രയും തിരക്കുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. പ്രായമായി വരികയല്ലേ. കുട്ടികളുടെ ട്രെയിനൊക്കെ വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. പുതിയ കുറേ ഡെവലപ്മെൻറ്റ് പരിപാടികളൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അങ്ങനെ എന്തോ ചില സംഗതികളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ചില പണികളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ ഇവിടെയൊക്കെയാണത് അതിൻ്റെ പണികളൊക്കെ, അതിൻ്റെ ടവറൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഇത് ദൂരെ നിന്നുള്ള ഊട്ടി ലേക്കിൻ്റെ ഒരു വീക്ഷണമാണ്. പുതിയ പണികളൊക്കെ നടക്കുന്നതിൻ്റെ ടവറുകളൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.
അങ്ങനെ ഊട്ടി ലേക്കിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ സ്ട്രോബെറി അന്വേഷിച്ച് ഒരു പച്ചക്കറി മാർക്കറ്റിലെത്തി. പക്ഷേ അവിടെയും ഉണ്ടായിരുന്നില്ല. അത്ര മെച്ചമുള്ള പച്ചക്കറികളൊന്നും നമുക്ക് തോന്നിയില്ല. ഒന്നുകിൽ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഈ വീഡിയോ ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോ, അടുത്ത പാർട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഹാനി ഹോം സ്റ്റേയെക്കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ വീണ്ടും പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ രാത്രിയിൽ വണ്ടി ഓടിക്കണം. പക്ഷേ ഊട്ടിയിലെ തിരക്ക് ഇന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഏതാണ്ട് 1 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 1.5 മണിക്കൂറോളം ക്യൂവിൽ കിടക്കേണ്ടി വന്നു. വണ്ടി അതുപോലെ ബ്ലോക്കായിരുന്നു. അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്ത് എത്തി. അടുത്ത വീഡിയോ ഞങ്ങൾ ഈ താമസിച്ച ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേയെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുമുള്ള മനോഹരമായ കാഴ്ചകളെക്കുറിച്ചാണ്. അപ്പോൾ വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി.